കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ഓഗസ്റ്റ് മാസം സെപ്റ്റംബർ 31 സെപ്റ്റംബർ 1 ഓക്കെ. സെപ്റ്റംബർ 1 നമുക്ക് സഭായുഗമായി, വീട്ടിലെ സഭായുഗമായി കടന്നു വരാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീട്ടിലെ സഭായോഗം. പണ്ട് പോസ്റ്റന്മാരുടെ കാലഘട്ടത്ത് സഭകളൊന്നും ഇതുപോലെ കെട്ടിപ്പൊക്കിയില്ല. എല്ലാം വീട്ടിലെ സഭകളാണ്. ഇപ്പോഴാണ് മണിമന്ദിരങ്ങളും വലിയ വലിയ സൗധങ്ങളൊക്കെ കെട്ടി സ്തോത്രം പ്രാർത്ഥനയ്ക്കായിട്ട് ജനം കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ സോളമൻ പണിത ആലയം, അതുപോലെ പല ഭക്തന്മാരും പല ആലയത്തെക്കുറിച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ആലയത്തിൽ ദൈവത്തിൻ്റെ ഹോളി പ്രസൻസ് ഇറങ്ങി വസിച്ചിരുന്നു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ആലയം എന്ന് പറഞ്ഞാൽ എന്താ? യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പുതിയ നിയമത്തിലെ ആലയം പുതിയ നിയമസഭ അല്ലെങ്കിൽ പുതിയ നിയമ വിശ്വാസി. ഇപ്പോൾ അതൊക്കെ മറന്ന് ആലയം പണി നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ആലയം, കോടിക്കണക്കിന് രൂപ മുടക്കി ആലയങ്ങൾ പണിയുന്നുണ്ട്. ഈ എടപ്പള്ളി പള്ളിക്ക് കോടിക്കണക്കിന് രൂപയുടെ ചിലവുണ്ടെന്ന്. റോമിൽ നിന്നാണ് അതിൻ്റെ മെറ്റീരിയൽസ് പലതും ഇറക്കിയിരിക്കുന്നത്. അതുപോലെ പല പല ആലയങ്ങൾ, കത്തോലിക്കർ, യാക്കോബർ, മാർത്തോമക്കാർ, CSIക്കാർ, പെന്തക്കോസ്ത് വിഭാഗത്തിലുള്ളവരെല്ലാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി ആലയം പണിത് ആ ആലയത്തിലാണ് എന്തോ സംഭവം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമവിശ്വാസികൾ ഉണ്ട്. ആത്മീക ശൈശവമെന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ ആരാ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ മന്ദിരമാകണമെങ്കിൽ എന്ത് വേണം? മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പുതിയ നിയമവിശ്വാസിയെ പണിത് ദൈവവചന ഉപദേശപ്രകാരം പണിതെടുത്ത് ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമാക്കി പണിതെടുക്കുന്ന ശുശ്രൂഷയാണ് പുതിയ നിയമത്തിലുള്ളത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് പല ഭക്തന്മാരും അതൊക്കെ മറന്നുപോയി. അല്ലെങ്കിൽ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങൾ ശുദ്ധരം ചെയ്ത് മയക്കിയതാർ. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചും ക്രിസ്തു വസിക്കുന്നത് പുതിയ നിയമ വിശ്വാസിയിലാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വചനത്തിലൂടെ, പൗലൂസിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പാട് കിട്ടിയിട്ട് പോലും ആലയത്തിന് പ്രസക്തി കൊടുക്കുന്ന, ആലയം മോടി പിടിപ്പിക്കുന്ന സ്തോത്രം ഭക്തന്മാരും നമ്മുടെ മധ്യത്തിൽ ഇല്ലാതില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതിന്, പുതിയ നിയമസഭ കൂടി വന്നത് വീടുകളിലായിരുന്നു, വൃക്ഷച്ചുവട്ടുകളിലായിരുന്നു, തണലുള്ള സ്ഥലങ്ങളിലായിരുന്നു. കൂടി വരുന്ന സ്ഥലത്തിനല്ല മഹത്വം, പിന്നെ കൂടി വരുന്ന വിശ്വാസികൾ ദൈവവചന വ്യവസ്ഥ പ്രകാരം കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ മാത്രമേ ദൈവ സാന്നിധ്യം അവരുടെ മധ്യത്തിൽ ഇറങ്ങത്തുള്ളൂ. അല്ലാതെ ഒന്നും ഇറങ്ങത്തില്ല. വരണമേ വരണമേ എന്നും പറഞ്ഞ കിടന്ന് പാടിയാലൊന്നും ഒരു രക്ഷയില്ല. ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാലും ഇറങ്ങത്തില്ല. ദൈവത്തിനെല്ലാം ഒരു കണ്ടീഷൻസ് ഉണ്ട്, ഒരു കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഒരു ബ്രിഡ്ജ് പുതിയതായിട്ട് വാങ്ങി ഒരു 10 വർഷം കഴിയുമ്പോൾ കൊണ്ട് ചെല്ലുകയാണെന്ന് ഇരിക്കട്ടെ, ഒരു പ്രായമുള്ള രച്ചായൻ. അവർ പറയും, സാറേ ഇത് 3 വർഷത്തേക്ക് ഗ്യാരണ്ടിയേ ഉള്ളൂ, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് വേണമെങ്കിൽ സെക്കൻഡിന് എടുത്തിട്ട് ഒരു പുതിയ ബ്രിഡ്ജ് തരാമെന്ന് പറയും. കാരണം എന്താ പറ്റി? ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാത്തിനും. ദൈവത്തിനും അതുപോലെ ഉണ്ട്. പാവം പിടിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് എല്ലാ പോളിസിയുണ്ട്, എല്ലാത്തിനും വ്യവസ്ഥകളുണ്ട്. വ്യവസ്ഥ പ്രകാരമല്ലാതെ ദൈവം പ്രവർത്തിക്കില്ല. ഇസ്രായേൽ മക്കളെ 360 സംവത്സരം അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ 430 സംവത്സരം അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുമ്പോൾ
ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്തായിരുന്നു വ്യവസ്ഥ? അവർക്ക് കൊടുത്ത പ്രമാണം അനുസരിച്ച് ഇത് പോയാൽ നമുക്ക് കനാൻ ദേശത്ത് എത്താം. ഇനി പ്രമാണം അനുസരിച്ചില്ലെങ്കിലോ? കനാൻ ദേശം ആരായി നടത്തിപ്പുകാരൻ? ഇസ്രായേൽ മക്കളുടെ മോശ. ആർക്കാ പ്രമാണം കിട്ടിയത്? മോശ. അപ്പോൾ ദണ്ഡർപാസിൽ കടക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളൊരു കാര്യം പറയണോ? പ്രിയമുള്ളവർ, ഇതൊക്കെ നമ്മൾ വളരെ വില കൊടുത്ത് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്, വളരെ ഇരുത്തി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കർത്താവിന് എല്ലാറ്റും ഒരു കണ്ടീഷനുണ്ട്. മോശമെന്നില്ല, താം പാസ്റ്റർ എന്നില്ല, CC പാസ്റ്റർ എന്നില്ല, ഒരു പാസ്റ്ററും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വ്യവസ്ഥ പാലിക്കുന്നവരെ ദൈവം സ്വീകരിക്കുക, അല്ലാത്തവൻ എന്ത് ചെയ്യും? തട്ടിക്കളയോ, അത്രേ ഉള്ളൂ. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ വന്നെങ്കിൽ നിങ്ങളെ ആദരിക്കാവുന്ന, അതെൻ്റെ വാക്യം. സ്വാഭാവിക കൊമ്പ് ഏതാ? യഹൂദൻ. യഹൂദനെ ആദരിക്കാതെ എവിടെ കിടന്നങ്ങാണ്ടും കിടക്കുന്ന ജാതികൾക്ക് വല്ല വിലയുണ്ടോ? നമുക്ക് കാക്കാശം വിലയില്ലേ? എൻ്റെ പൊന്നെ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. അതാ പറഞ്ഞ, വചനം പഠിക്കാൻ നമ്മൾ ദിവസത്തിന് സമയങ്ങൾ എടുക്കണം. വചനം പഠിക്കാനായിട്ട് എന്ത് നഷ്ടപ്പെടുത്തി നമ്മൾ കടന്നു വരണം. വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം അല്ലെ, ഈ വർഷം, ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ, നമ്മുടെ കാന വെച്ച് നമ്മൾ വിട്ടുപോയി. കേരളക്കരയിലെ ഏറ്റവും നല്ല ഒരു കർത്താവിൻ്റെ ദാസന്, സാക്ഷ്യമുള്ളൊരു ദൈവദാസനായിരുന്നു. അങ്ങനെയൊന്നും ആരെക്കുറിച്ച് സാക്ഷ്യം പറയാൻ കിട്ടത്തില്ല. ജോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറഞ്ഞു. എന്തൊക്കെയാ സാക്ഷ്യം? നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകുന്നവൻ, യഹോവ ഭക്തൻ. 4 വിധ സാക്ഷി. പിശാച് അവനെ ഞോണ്ടാൻ വന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഞോണ്ടിക്കോ, അവൻ്റെ പ്രാണനെ മാത്രം എന്ത് ചെയ്യരുത്? തുടരും. അപ്പോൾ ഭക്തന്മാരെ ഒന്നും പിശാചിനൊന്നും പെട്ടെന്നൊന്നും ഞോണ്ടാൻ പറ്റത്തില്ല. അല്ലാത്തവരെ എപ്പോൾ ഞോണ്ടിയെന്ന് ചോദിച്ചാൽ മതി. കാനവച്ചൻ 91 വയസ്സ് വരെ ജീവിച്ചിരുന്നു. തൻ്റെ ശുശ്രൂഷ തികച്ചു. താൻ പോയി. ഞാൻ ഈ ലോകത്ത് ആരെങ്കിലും മാനിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ ഒരാൾ ബഹുമാനപ്പെട്ട കാനവച്ചനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ തികച്ച് നിത്യതയിലേക്ക് കടന്നുപോയി. തൻ്റെ മകൻ പറഞ്ഞൊരു സാക്ഷ്യം, ഞങ്ങൾക്ക് സങ്കടവും കരച്ചിലും ഒന്നുമില്ല. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. പപ്പയെ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കാണാമെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനും ഇവിടെ കിടന്ന് കാർന്ന് നോക്കി. ആ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കാം, കല്ലിനുമുണ്ടാ സൗരഭ്യം. എൻ്റെ പാസ്റ്റർമാരൊക്കെ മരിക്കുമ്പോൾ കിടന്ന് കാറുക. കാരണം എന്താണെന്നറിയോ? ഈ കാറുന്നവർക്ക് പ്രത്യാശയില്ല. പ്രത്യാശ ഉണ്ടെങ്കിൽ കിടന്ന് കാറുമോ? ഇല്ല. അപ്പം അതൊക്കെ അതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങളൊക്കെ പഠിച്ചെടുക്കുക. പിന്നെ അതിൽ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മൾ വനത്തിലേക്ക് വരാം. കാനവച്ചൻ മരിച്ചപ്പോൾ ഒത്തിരി അഭിപ്രായങ്ങൾ പാസ്റ്റർമാർ പറയാനിടയായി. അതിൽ ഒരാൾ പറഞ്ഞത് എനിക്ക് ഇച്ചിരി ചിന്തനീയമായിട്ട് തോന്നിയത് നിങ്ങളും കൂടി കേൾക്കണം. കാനവച്ചൻ ഇല്ലാത്ത ബന്ധക്കോസ് എന്ത് ബന്ധക്കോസാണ്? അപ്പം ഞാൻ ചിന്തിച്ചു പോയി, ഈ 10-65 വയസ്സുള്ള കിളവനായ മനുഷ്യൻ എന്തൊരു ബാലിശമായ ചിന്താഗതിയാണ് ആ പറഞ്ഞു വെച്ചത്. ഇവിടെ പെന്തക്കോസ് എന്നുള്ളത് കാനവച്ചൻ ഉദ്ദേശം മാത്രമുള്ളതാണോ? പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ അനുഭവമല്ലേ അത്? എത്രയോ ഭക്തന്മാർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒരു കപടഭക്തനാണെന്നോ ഞാൻ ചിന്തിച്ചു പോവുക. കാരണം കാനവച്ചൻ നല്ലവനായിരുന്നു, ഞാൻ ഗുണമില്ലാത്തവനെന്നല്ലേ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ബാലിശമാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. വിമർശനമല്ല, ഒരു വിലയിരുത്തലും പഠിക്കലുമാണ്. കാനവച്ചൻ പോയാലും ആര് ഭക്തന്മാർ പോയാലും പെന്തക്കോസ് അനുഭവമുള്ള ദൈവമക്കൾ ഇന്ന് ഭൂമിയിലുണ്ട്. ഒരു ശേഷിപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അവർ ഇന്നും ഭൂമി അവിടെ ഇവിടങ്ങളിലായി ചിതറി കിടപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബാലിശമായ അഭിപ്രായങ്ങളൊന്നും എടുത്തു ചാടി പറയുന്നത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇനി പെന്തക്കോസ് എന്ത് ചെയ്യും? ഇനി പെന്തക്കോസുകാർക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരു ധ്വനി അതിൽ വന്നു. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയാനിടയായത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ ലോകം മുഴുവൻ അത് കേൾക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതിനുള്ള പരിജ്ഞാനവും വിവേകവും സുബോധവും തിരിച്ചറിവും വചനത്തിലൂടെയും സ്വതന്ത്ര പരിചയങ്ങളിലൂടെയും നമ്മളത് പ്രാപിച്ചെടുക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ സ്തോത്രം പറയുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 1 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ പ്രത്യേകത, ഈ ലേഖനത്തിൻ്റെ ഭാഷാശൈലി നമ്മൾ പഠിച്ചാൽ ഇത് ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു ലേഖനമായിട്ടാണ് ഇരിക്കുന്നത്. യൂദയുടെ ലേഖനം ദുരുപദേശങ്ങൾക്കെതിരെ നിലകൊള്ളുന്നതാണ്. അതുപോലെ പുതിയ നിയമത്തിലെ പല ലേഖനങ്ങളും പല വേദഭാഗങ്ങളും യോഹന്നാൻ്റെ 2-ാം ലേഖനം, 3-ാം ലേഖനം, ഇതൊക്കെ 1-ാം ലേഖനവും അതിൻ്റെ സിംഹഭാഗങ്ങളും ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ലേഖനങ്ങളാണ്.
ഇത് നമ്മൾ വായിച്ചു പഠിച്ചാൽ എന്തോ പറ്റും? ദുരുപദേശത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനുള്ള ശക്തമായ പ്രബോധനങ്ങൾ പത്രോസ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത് വായിച്ചു പഠിച്ചവർ വളരെ കുറവാണ്. സ്തോത്രം. ഇത് വായിച്ചു പഠിച്ചാൽ വചനത്തിന് ചേരാത്തതായ ഉപദേശം ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് ക്ലിക്കാവും. ഈ പുള്ളി പറയുന്നത് പൊത്തോത്തിന് നിരക്കാത്ത കാര്യമാണല്ലോ എന്നങ്ങ് മനസ്സിലാവുന്നു. ഈ വിത്തുകളുടെ ഉപമ കർത്താവ് പഠിപ്പിക്കുമ്പോൾ സ്തോത്രം 3-4 നിലയിൽ ആ വിത്ത് വീണതായിട്ട് കാണാൻ കഴിയുന്നു. ഒന്ന് പാറപ്പുറത്ത് വീണു, ഒന്ന് മുള്ളിനിടയിൽ വീണു, ഒന്ന് വഴിയരികെ വീണു. എന്നാൽ നല്ല ഫലം പുറപ്പെടുവിച്ച വിത്ത് ഏതായിരുന്നു? ഒരുക്കപ്പെട്ട നല്ല നിലത്ത് വീണ വിത്ത്. ഏതാണ് ഈ ഒരുക്കപ്പെട്ട നല്ല നിലം? നമ്മുടെ ഹൃദയം. നമ്മുടെ ഹൃദയത്തിലുള്ള അന്യഥാ ചിന്തകളെല്ലാം എടുത്ത് കളഞ്ഞ് ദൈവവചന കേൾവിക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുമ്പോൾ ആ ഹൃദയത്തിൽ വന്ന് ദൈവവചനം വീണാൽ അത് ഫലം പുറപ്പെടുവിച്ച് നമ്മൾ ആത്മീകരായി ദൈവസന്നിധിയിലെ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാനിടയായിത്തീരും. മനസ്സിലായോ? എല്ലാവരും 2 പത്രോസിൻ്റെ ഈ 2-ാം ലേഖനം നന്നായിട്ട് വായിച്ചു പഠിക്കണം. എസ്പെഷ്യലി ഇനി കേൾക്കുന്ന യൂട്യൂബ്, വാട്സപ്പിൽ എല്ലാവരോടും പറയുക, നന്നായിട്ട് വായിച്ചു പഠിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇന്ന് ദുരുപദേശം കുമിളുപോലെ മുളച്ചുകൊണ്ടിരിക്കുക. ദുരുപദേശം കൊണ്ട് ഇന്നത്തെ ആത്മീയഗോളം നിറഞ്ഞു കിടക്കുക. അതിൻ്റെ നടുവിൽ ശരിയായ പഥ്യവചനം, പഥ്യോപദേശം, ഭക്തിക്കൊത്ത് ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിച്ച് ജീവിച്ച് നിത്യത പ്രാപിക്കാൻ ഈ ലേഖന പഠനം വളരെ അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പഠനത്തിലേക്ക് നമ്മൾ വരുന്നു. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും. അപ്പോൾ ഈ പത്രോസ് പറയുന്നത് ഉണ്ടായിരുന്നു, ഉണ്ടാകും. മനസ്സിലായി? വർത്തമാന കാലത്തും മുമ്പ് പോയ കാലഘട്ടങ്ങളിലും എന്ത് ഉണ്ടായിരുന്നു? ഭൂതകാലം, വർത്തമാനകാലം, ഭാവി, ഭൂതം, വർത്തമാനം, 3 കാലങ്ങളാണ്. ഈ 3 കാലങ്ങളിലും ദുരുപദേശങ്ങളുണ്ട്. സ്തോത്രം. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിലും, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിലും ദുരുപദേശം ഉണ്ടാകും. അത് ഒഴിഞ്ഞു മാറി പോകുക എന്നുള്ളതാണ് ദൈവസഭയുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ഇവിടെ ഒരു കുഞ്ഞുണ്ട്, ടീച്ചർ പനിയായിട്ടൊക്കെ ഇരിക്കുക. ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും കൊടുത്താൽ സമ്മതിക്കില്ല അവർ. ഈ എന്തൊരു ബഹളമെന്നറിയോ കൊടുക്കണം, ഭൂകമ്പമാ, അത് കൊടുക്കാൻ പാടില്ല, ഇത് കൊടുക്കാൻ പാടില്ല. അല്ലാത്ത സമയത്താണെങ്കിൽ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴോ ചില ചോക്ലേറ്റുകൾ, ചില ഇത് അതൊന്നും കൊടുക്കാൻ പാടില്ല. എന്താ കാര്യം? അതിൻ്റെ ഹെൽത്തിനത് ബാധിക്കും, അതിന് ദോഷം ചെയ്യും. ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ. നമുക്ക് എന്തും തിന്നാമോ? കണ്ടി കണ്ട ചപ്പും ചവറും വേസ്റ്റും ആർക്കും വേണ്ടാത്തതെല്ലാം വലിച്ചു വാരി തിന്നുന്ന ഒരു സമൂഹമായി നമ്മുടെ ക്രൈസ്തവ സമൂഹം തീർന്നില്ലേ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അപകട മേഖലയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ കൂടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന വചനം നമ്മൾ ആത്മാവിൽ ഭക്ഷിക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ബലപ്പെട്ട് വരുന്നത്, വളർച്ച പ്രാപിക്കുന്നത്, ആത്മീയ വർധന പ്രാപിക്കുന്നത്, ആത്മീയ നിറവ് പ്രാപിക്കുന്നത്. ഇല്ലെങ്കിൽ കീഴോട്ട് പോകും. ഭൗതികമായ വളർച്ചയൊക്കെ ഉണ്ടാകും, ആത്മീയമായി ചത്ത് അവസാനം നരകത്തിൽ പോയി വീഴുകയും ചെയ്യും. ഇതാണ് വിഷയം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളിത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നു, കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. ഈ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? ദുരുപദേഷ്ടകന്മാരെ തിരിച്ചറിയുന്നത് എങ്ങനെയാ? നല്ല പ്രവാചകന്മാരായ, സത്യപ്രവാചകന്മാരായ, കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാരായ, പ്രവാചകന്മാരായ, ശിഷ്യന്മാരായ അവരുടെ വചനങ്ങൾ എന്താണെന്ന് പഠിക്കുന്നവർക്ക് കള്ളപ്രവചനം തിരിച്ചറിയാൻ പറ്റും. ഒരു 5 കിലോ സ്വർണം പോട്ടെ, ഒരു പവൻ ആയിക്കോട്ടെ, ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നാൽ കൊണ്ടുവന്ന കാശൊന്നും പെട്ടെന്നൊന്നും തരത്തില്ല.
നമുക്ക് അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞാൽ ബാങ്കുകാർ കൊണ്ടുചെല്ലുന്നതിന് മുമ്പ് കാശം തരത്തില്ല. അവർ പരീക്ഷിച്ച് നോക്കി നല്ലതാണെന്ന് നോക്കും. സ്വർഗത്ത് പോകാൻ നേരത്ത് പരീക്ഷിക്കും നമ്മളെയൊക്കെ. എങ്ങനെയുണ്ട്, നല്ലതാണോ, പേടാണോ, വചനം കേട്ട് ആത്മീയ വളർച്ച പ്രാപിച്ചവരാണോ, ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരാണോ, മനസ്സുള്ളവരാണോ, ദിവ്യസുഖത്തിൽ കൂട്ടാളികളാണോ, തികഞ്ഞ ആത്മീയരാണോ, എന്നാലും പോക്കെടുക്കുള്ളൂ. വ്യാജമാണെങ്കിൽ നടക്കത്തില്ല. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കള്ളപ്രവാചകന്മാർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എനിക്ക് അതിശയം തോന്നുന്നു അത് കേൾക്കുമ്പോൾ. കാരണം കർത്താവിൽ നിന്ന് നേരിട്ട് ഉപദേശം പ്രാപിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്ന ആദിമ അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ പോലും അവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു? ദുരുപദേശകന്മാരുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. സ്തോത്രം. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം നമുക്കതിൽ തരുന്ന ഒരു പഠനമുണ്ട്. നമ്മൾ ഒന്നെടുത്ത് ധ്യാനിക്കുന്നതല്ല. 20-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ, സ്തോത്രം. പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കുക. 27 ഞാൻ വായിക്കുക. ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പി. കണ്ടോ, വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. മാനത്ത് നിന്ന് പൊട്ടി വീഴുമെന്നൊന്നല്ല പറയണത്. നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഞങ്ങൾ പണ്ട് കൂടിക്കൊണ്ടിരുന്ന കുറേ ആൾക്കാരിൽ നിന്ന് അവരിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പം പലരും ദുരുപദേശികളായി. കൊരയും ചിരിയും ചർദ്ദലും ഒന്നും വേണ്ട, ഇല്ലാത്ത ഏടാ കൂടത്തിലൊക്കെ പോയി ചാടിയിട്ട് ഭൗതികമായി അനുഗ്രഹിച്ചെന്നും പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്തൊരു ദുരന്തമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഞങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ശ്രദ്ധിക്കണ പദങ്ങൾ. ശിഷ്യന്മാർ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഇവിടെ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. 1 കടക്കും, വെളിയിൽ നിന്ന് വരും. 2 നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഇത് 2ഉം നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ഗലാത്യർ 1:6 പഠിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിന് ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാലവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ വചന വ്യവസ്ഥയ്ക്ക് വിപരീതമായി ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. നമ്മളിതിന് കാശിന് വില കൊടുക്കുന്നില്ല ഈ വചനത്തിന്. അങ്ങനെ വില കൊടുക്കാത്തവർക്ക് അവസാനം നിത്യമായ നരകാഗ്നിയിലേക്ക് പോയി വീഴുമ്പോൾ ഇതിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാനിത് വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയുകയാണ്. ഒരു കൂട്ടർ എഴുന്നേൽക്കും, ഒരു കൂട്ടർ കടക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലോ അവൻ്റെ കൃപയുടെ വചനത്തിലോ ഞാനിപ്പോൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. ആരുടെയോ വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. അപ്പോൾ വെള്ളിയും പൊന്നും ഒന്നും അപ്പോസ്തലന്മാർ മോഹിച്ചിട്ടില്ല. ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് അതേ വേണ്ടു. ഈ ഇടയ്ക്കൊരു പാസ്റ്റർ പറയുന്നുണ്ടായി, പാസ്റ്ററും അമ്മാവയൊന്നും സ്വർണ്ണം ഇടത്തില്ല. അവർ വളരെ യോഗ്യമായ നിലയിലൊക്കെ വരും. പക്ഷേ സ്വർണ്ണം ഇടുന്നവരെ എന്ത് ചെയ്യുക? അനുവദിക്കുക കൂട്ടായ്മയ്ക്ക് വരാൻ. അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞ മറുപടി എനിക്കും സ്വീകാര്യമായി തോന്നി. അങ്ങനെയാണെങ്കിൽ പാസ്റ്ററും ഉരുട്ടിയിടും ഒരു 5 പവൻ കഴുത്തേൽ, ഭാര്യയ്ക്ക് ഇട്ടുകൊടുക്കും ഒരു 5 പവൻ. നിങ്ങളെന്തിനാ വിശുദ്ധന്മാരാകുന്നത്? ഈ അശുദ്ധിയുള്ളവരെ കൊണ്ടുവച്ച്, ലോകസ്നേഹികളെ കൊണ്ടുവച്ച് ആരാധിക്കുന്ന നിങ്ങളും അങ്ങ് അവരുടെ കൂട്ടത്തിൽ അങ്ങ് ആകെ എന്ന് പറഞ്ഞത് എനിക്കും വളരെ സ്വീകാര്യമായി. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? ആരുടെയോ വെള്ളിയോ പൊന്നോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഇപ്പോൾ ഞങ്ങൾക്ക് അതേ ഉള്ളൂ, ഞങ്ങൾക്കതേ വേണ്ടു. ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് അത് മതി. നാളെ ആരണ്ടും പറയണ്ടായി, വരുന്ന കൂട്ടത്തിലിരിക്കുന്ന മനുഷ്യരുടെ സമുദായക്കാരുടെ വെള്ളിയും പൊന്നും എല്ലാം തട്ടിപ്പറിച്ചെടുത്തിട്ട് എവരുടെ കൂട്ടത്തിലുള്ളവരും വലിച്ചു പറിച്ചിട്ട് കൊടുക്കും. അതിനൊക്കെ അടയാളം വയ്ക്കും. അവസാനം കൊണ്ടുവന്ന് ഒരു പ്രത്യേക റൂമിൽ കൊണ്ടുവന്ന് എല്ലാം കൂടി കൊട്ടിയിട്ടിട്ട്
അടയാളം ചെയ്ത് ഓരോരുത്തരും അങ്ങോട്ട് എടുക്കുക. അത് മുക്കുപണ്ടമായിരിക്കും. ഒറിജിനല് ഇന്നത്തെ കള്ള അപ്പോസ്തലന്മാരും കള്ളപ്രവാചകന്മാരും കൂടി പങ്കിട്ടെടുത്ത് അവർ സുഖിക്കുമെന്ന്. സുഖിച്ചോട്ടെ. ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ അവരെന്ത് ചെയ്യും? കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിലും ദുർവേഷക്കന്മാരുണ്ടാകും. ഇനി അവരുടെ പ്രവൃത്തി അവർ പറയുന്നത്, അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അപ്പം അവരുടെ പ്രവൃത്തി എന്താ? നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ചിട്ട് എന്ത് ചെയ്യും? സ്തോത്രം. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥൻ ആരാ? യേശുക്രിസ്തു. കർത്താവിനെ എന്ത് ചെയ്യും? തള്ളിപ്പറയും. എങ്ങനെ ഈ തള്ളിപ്പറയുന്നത്? ഈ പത്യവചനം, പത്യോപദേശം അതിൻ്റെ വ്യവസ്ഥാവിധമായി പ്രസംഗിക്കാതെ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയാ. നമ്മൾ അങ്ങനെ പഠിക്കണം. കർത്താവിനെ തള്ളിക്കളയുക ചെയ്യുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ അവരുണ്ട്, ദൈവപുത്രനെ ചവിട്ടിക്കളയാന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ദൈവപുത്രനെ ചവിട്ടിക്കളയാന്ന് പറഞ്ഞാൽ എന്താ? ഉപദേശം വിട്ടു പോകുമ്പോൾ ദൈവപുത്രനെ ചവിട്ടിക്കളയുക, വിശുദ്ധീകരിച്ച നിയമത്തെ മല്യമെന്നുണ്ടുക, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. ഈ വചനത്തിൻ്റെ പ്രയോഗങ്ങൾ ദൈവമക്കൾ പഠിക്കണം. ഇന്നത്തെ വിശ്വാസികൾക്കൊന്നും ഇതൊക്കെ പറയുമ്പോൾ ഏതാണ്ട് പുതുമയായിട്ടൊക്കെ തോന്നും. കാരണം അത് പുസ്തകം വായിക്കില്ലല്ലോ. പുസ്തകം വായിച്ച് പഠിക്കണം സഹോദരങ്ങളെ. ഞങ്ങളുടെ 98-കാരൻ അപ്പച്ചൻ പറയാറുണ്ട്, നീ പ്രസംഗിക്കാൻ വേദപുസ്തകം വായിക്കണ്ട, നീ ജീവിക്കാൻ വേണ്ടി വായിക്കേ. ജീവിക്കാൻ വേണ്ടി വായിച്ചു കഴിയുമ്പോൾ താനെ പ്രസംഗവും വന്നോളൂ. ഇത് പ്രസംഗിക്കാൻ വേണ്ടി പുസ്തകം വായിക്കുക. സ്വത്രം. ഈ പ്രോഗ്രസ് നടത്താൻ വേണ്ടി വേദപുസ്തകം കിടന്ന് തപ്പുന്ന ഒരു സഹോദരനെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ ചോദ്യകർത്താക്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി കിടന്ന് തപ്പുക. കാരണം ഒന്നും അറിയത്തില്ല. കിടന്ന് തപ്പി അവസാനം കോഴിമുട്ട കിട്ടുന്നത്. പുസ്തകം വായിച്ചവന് വേദപുസ്തകം ചോദിക്കുമ്പോൾ മറുപടി പറയാനുണ്ടാവും. അതതിൻ്റെ കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതും വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമാണ്. അങ്ങനെ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും സമയം ചെലവഴിക്കുന്നവർക്ക് മറുപടി പറയാൻ കാണും. ഒരു കാര്യം ഇതിനിടയ്ക്ക് പറഞ്ഞു പോവാണ്, നിങ്ങൾ ക്ഷമിക്കണം ദൈവത്തോർത്ത്. ക്ഷമയെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ സിനി ഫീൽഡിലുള്ള ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന കഥകളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച മുഴുവൻ പത്രം നോക്കിയാലും സോഷ്യൽ മീഡിയ നോക്കിയാലും മൊബൈൽ നോക്കിയാലും അതല്ലേ വേറെ ഒരു വകയില്ല. ഈ ചീഞ്ഞളിഞ്ഞ ഈ നടന്മാരുടെയും നടിമാരുടെയും കഥയാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ ഫീൽഡിലേക്ക് പോകത്തില്ല. 1. സ്തോത്രം. 2, ഇവരുടെ ഈ കോനാമ്പിച്ചി നമ്മളാരും കാണത്തില്ല. നമ്മളെ പണ്ട് കണ്ടിരുന്നവർ, അതൊക്കെ ഓക്കെ. അതിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ ഓരോരുത്തരുടെ പറയാനിടയായി. എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി. സിനിമ കാണുന്നതിനെക്കുറിച്ചും ഒരു പാസ്റ്റർ എടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പുള്ളിക്ക് സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം കിട്ടി. 119-ാം സങ്കീർത്തനം 37-ാം വാക്യം, വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണ് തിരിച്ചു കളയുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കണമേ. വ്യാജത്തെ കാണാതെ വണ്ണം 119-ാം സങ്കീർത്തനം വായിച്ചേ. അത് 119 ഇല്ലേ? പുസ്തകത്തിലില്ലേ? 119-37 വായിക്ക്. ഇതൊക്കെ പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. 119-37 സങ്കീർത്തനം ഇല്ല. ഇവിടെ പോയി സങ്കീർത്തനമൊക്കെ പോയി അല്ലേ? സങ്കീർത്തനം പോകണ്ട. സങ്കീർത്തനമൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. 119-37 കേട്ടോ. 119-37 ഞാൻ വായിച്ചു തരാം. 119-37 ഇങ്ങനെയാണ് പറയുന്നത്, വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. സ്വത്രം. എങ്ങനെയുണ്ട്? വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ആര് ചെയ്യണം? ദൈവം ജീവിപ്പിക്കണം. ഈ പ്രയോഗം 139-ാം സങ്കീർത്തനത്തിലെ ഒരു പ്രയോഗത്തിന് തുല്യമാണ്. ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. അടുത്ത്, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. അപ്പോൾ ദൈവം എന്തൊക്കെ ചെയ്യണം? ദാവീദിനെ ശോധന ചെയ്ത്
വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് ദൈവം നോക്കണം. പിന്നെ അടുത്ത്, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണം. രണ്ടാമത്തെ കാര്യം, ദാവീദിൻ്റെ ഹൃദയത്തിലെ നിലവുകളെ ദൈവം അറിയണം. 3, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കണം. 4, ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തും. 4 കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാവാൻ കണ്ടീഷൻ ചെയ്യുക, പ്രാർത്ഥന ആയിട്ട് പറയുക, ഒരു കണ്ടീഷൻ പോലെ വെക്കുകയാണ്. ഇതൊക്കെ നീ ചെയ്യണം, ഞാനെന്തിനിരിക്കുക, ഞാനിങ്ങനെ ഉലവാനൊക്കെ പോവും, അത് ഇതുമൊക്കെ ചെയ്യും, യുദ്ധത്തിന് പോവും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ദൈവമക്കളെ, ഇതിൽ നമ്മൾ മനസ്സിലായി, ഈ സങ്കീർത്തന രചനകൾ മുഴുവനും പരിശുദ്ധാത്മാവ് ഒരു പഴയ നിയമ വിശ്വാസിയെ നടത്തിയിരുന്നില്ല. ഓരോ പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വന്നും പൊയ്ക്കൊണ്ടിരുന്ന കാലമാണ് പഴയ നിയമ ഭക്തന്മാരുടെ കാലഘട്ടം, അല്ലെങ്കിൽ ന്യായപ്രമാണ കാലഘട്ടം. എന്നാൽ പുതിയ നിയമത്തിൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ആത്മാവായിട്ട് നമ്മോട് കൂടെയുണ്ട്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം ഈ പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ട്. അതിപ്പോൾ എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ തടഞ്ഞുകൊണ്ടിരിക്കുക. തടയുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ എതിർക്രിസ്തുവിൻ്റെ പ്രവൃത്തിയെ തടഞ്ഞുകൊണ്ടും പരിശുദ്ധാത്മാവ് നമുക്ക് പാപബോധം തന്നും നീതിയിലും വിശുദ്ധിയിലും നടത്തുവാൻ നമ്മോട് കൂടെയുണ്ട്, നമുക്ക് പാപബോധം തരും. നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കണം. ദാവീദ് പ്രാർത്ഥിച്ച് എന്നെ നടത്തണമേ, എന്നെ കാക്കണമേ, എന്നെ സൂക്ഷിക്കണമേ, വ്യാജം കാണാതെ എൻ്റെ കണ്ണുകളെ സൂക്ഷിക്കണമേ എന്നൊക്കെ ദാവീദ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പഴയ നിയമ ഭക്തൻ പ്രാർത്ഥിക്കുക. അത് ന്യായപ്രമാണ കാലഘട്ടത്തിൽ ശരിയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് നേരെ തിരിയുകയാണ് ചെയ്യുന്നത്. കാരണം പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിക്കൊണ്ടിരിക്കും. ആ ബോധം വരുന്നവർ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് ജീവിച്ചോണം. അല്ലെങ്കിൽ എന്താ പറ്റും? പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം ചെയ്യുന്നവരായി നമ്മൾ തീരും. അനന്യാസ് സഹോദരൻ്റെയും ചരിത്രം അതാ. പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിപ്പാൻ നീ ഒത്തതെന്ത്, നിന്റെ ഹൃദയത്തെ സാത്താൻ വശീകരിച്ചത് എന്തെന്നാണ് അവനോട് ചോദിക്കുന്നത്. അതോടെ അവൻ്റെ കഥ കഴിഞ്ഞു. അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസി ചിന്തിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ചുമ്മാ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപബോധം ആ പാപബോധം വരുത്തുന്നതിനെ അത് മനസ്സിലാക്കി പാപം ചെയ്യാതെ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെയും ആസാബ് പ്രാർത്ഥിച്ചതുപോലെയും അവർ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ കാര്യം പോക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക, സത്യത്തിൽ നടക്കുവാൻ നമുക്ക് തന്നിരിക്കുക, നീതിയിൽ നടക്കുവാൻ നമ്മൾ തന്നിരിക്കുക. അങ്ങനെയുള്ള ടീച്ചിങ് നമുക്കില്ലാത്തത് കൊണ്ട്, പഠനങ്ങളില്ലാത്തത് കൊണ്ട് വെറും ബാലിശമായ നിലയിൽ ഈ വിഷയങ്ങൾ സ്തോത്രം നമ്മൾ ചിന്തിച്ച് മുൻപോട്ട് പോകുന്നവരായി തീർന്നു. സ്തോത്രം. റോമാലേഖനം 13:13 ഈ സിനിമ ഫീൽഡിനെ കുറിച്ച് പറയുന്നത് വെറുക്കൂത്താണെന്ന് പറയും. വെറുക്കൂത്ത്. സ്തോത്രം. 13-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. 13:13 റോമർ 13:13 ഇത് വായിച്ചേ ജൂലി, പെട്ടെന്ന് വായിച്ചേ. 13:13 ഹല്ലേലൂയ. സ്തോത്രം. 13:13 വായിക്കും. അടക്ക വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോങ്ങളിലും അല്ല. അത് വെറുക്കൂത്ത്. സ്തോത്രം. സ്തോത്രം. എന്താ പറയുന്നത്? അല്ല, അതിൻ്റെ 12 കൂടി ചേർത്ത് വായിക്കുമ്പോൾ രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കും. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക. അപ്പോൾ വെറുക്കൂത്ത് റോമാലേഖനം 13:12-13 വാക്യത്തിലൂടെ പഠിക്കുമ്പോൾ അത് വെറുക്കൂത്ത് എന്താണ്? ഇരുട്ടിൻ്റെ പ്രവൃത്തി. ഇനി ഗലാത്യ ലേഖനം, സ്തോത്രം, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം വായിക്കാം. റോമാലേഖനത്തിൽ അത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയായിട്ട് പഠിപ്പിക്കുന്നു. ഇരുട്ടിൻ്റെ പ്രവൃത്തി സാത്താൻ്റെ പ്രവൃത്തിയാണ്.
വായിച്ചേ. 15-19 വായിച്ച്. 5-19 വായിച്ചേ. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഒന്നപക്ഷം, ഭിന്നത, സൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകുന്നു. അടുത്ത എടാ, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യ അവകാശമാക്കിയില്ല പൊത്തം പഠിപ്പിക്കുക. അപ്പോൾ ഉപദേശിച്ചവർ പറഞ്ഞു തരാം, അതിന് നമ്മളെന്ത് ചെയ്യാനാ? കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരതിൽ മുഴുകി കിടക്കുക. ഞങ്ങളൊക്കെ ഞങ്ങൾ സിനിമ കാണുന്ന രാജാക്കന്മാരായിരുന്നു. ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് ദൂരെ കളഞ്ഞു. ഈ ചീഞ്ഞളിഞ്ഞ പ്രവൃത്തി കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ സൂക്ഷിച്ചോ, ദൈവരാജ്യം നിങ്ങൾക്ക് അടയ്ക്കപ്പെടും. ഞാനല്ല പറയുന്നത്, പൗലൂസാണ് പറയുന്നത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികളോ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാര്യം, പക, പിണക്ക, ജാരശങ്കം, ക്രോധ, ഷാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കയില്ല എന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. പൗലോസ് മുമ്പ് പറഞ്ഞു, പിന്നെയും പറഞ്ഞു. നമുക്കതൊന്നും ഇപ്പോൾ എടുക്കാനുള്ള നേരമില്ല. 1 പത്രോസ് 4:3 എന്താ പറയുന്നത്? 1 പത്രോസ് 4:3 നമ്മൾ പഠിച്ചു പോയ വിഷയമാണ്. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ കവച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കേണ്ടതിന് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ വെറുക്കൂത്ത്, ഇരുട്ടിൻ്റെ പ്രവൃത്തി, ജഡത്തിൻ്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്. 119 സങ്കീർത്തനത്തിലെ 37 വാക്യം മാത്രം വായിച്ച് വിട്ടുകൊണ്ട് കാര്യമായില്ല. പുതിയ നിയമത്തിലേക്ക് വന്ന് വെറുക്കൂത്ത് എന്താണെന്ന് പഠിക്കണം. അതിൽ പലർക്കും കഴിയുന്നില്ല, എന്ത് ചെയ്യാനാ? പാസ്റ്റർമാർ അതിന് സമയം ചെലവ്. വലിയൊരു ചാനലിൽ ഇരുന്നുകൊണ്ട് ഒരു പാസ്റ്റർ പറയുന്ന അദ്ദേഹം വളരെ മനോഹരമായി ദൈവവചനം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു ദിവാസനാണ്. പക്ഷേ ഈ പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട് അങ്ങോട്ട് ക്ലിയറായിട്ട് കിട്ടുന്നില്ല. പറഞ്ഞു പഴയ നിയമം പഠിപ്പിക്കുന്നതിനേക്കാൾ നരകത്തിൽ പോകാനുള്ളൊരു പാപമായിട്ടാണ് പൗലൂസും പത്രോസും ഇതിനൊക്കെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ ഗൗരവത്തോടെ കാണണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു.